ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ചാപ്റ്റർ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ് ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഏർണസ്റ്റ് ഹെമിംഗ്വേ. നമുക്ക് ഏർണസ്റ്റ് ഹെമിംഗ്വേ എല്ലാവർക്കും അറിയാമല്ലേ. ഹീസ് എൻ അമേരിക്കൻ ഓതർ ആൻഡ് ഈസ് വെരി ഫേമസ് ഫോർ ഹിസ് നോവൽ ഓൾഡ് മാൻ ആൻഡ് ദ സീ അല്ലേ. ആൻഡ് ഹി ഗോട്ട് പുലിറ്റ്സർ പ്രൈസ് ഫോർ ഇറ്റ്. ഹി ഹാസ് സെർവ്ഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ആസ് എൻ ആംബുലൻസ് ഡ്രൈവർ. അതിന് അദ്ദേഹത്തിൻ്റെ കൺട്രിയിൽ നിന്ന് അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് ഓൾസോ ഗോട്ട് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ in 1954. സോ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻറ്റ്. ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെറ്റിംഗ്, ഇത് എവിടെയാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രെയിൻ സ്റ്റേഷൻ ഇൻ എബ്രോ വാലി ഇൻ സ്പെയിൻ. സ്പെയിനിൽ എബ്രോ വാലി ഒരു ട്രെയിൻ സ്റ്റേഷൻ. അവിടെ ആ ഒരു പ്ലേസിനെ പറ്റി ഇവർ നന്നായി വിവരിക്കുന്നുണ്ട്. ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഭാഗം എന്താണ്, തരിശുഭൂമിയാണ്, ബാരൻ ലാൻഡ്. പിന്നെ ഒരു സൈഡാണെങ്കിലോ ഫുൾ ഓഫ് ലൈഫ് ആൻഡ് വൈബ്രൻസ് ആണ്. അവിടെ എന്താണ്, കതിരുണ്ട്, ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ മൗണ്ടെയിൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു കഫേ പോലെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലൊരു കർട്ടനാണ്, ബീഡഡ് കർട്ടൻ, ഇങ്ങനെ മുത്തുകളുള്ള കർട്ടനാണ്. ആ കർട്ടൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്, പുറത്ത് കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട്. സോ ഇവരവിടെ കസേരയിൽ ഇരിക്കുകയാണ്, രണ്ടുപേര്, അമേരിക്കൻ മാനും എ യങ് വുമൺ നെയ്മഡ് ജിഗും. സോ ഇതിൽ ജിഗിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ, മാൻ്റെ പേര് പറയുന്നില്ല. സോ ലെറ്റസ്, പിന്നെ അത് ജിഗുമായിട്ട് റിലേറ്റഡ് എങ്ങനെ, ഹസ്ബൻഡ് ആണോ ബോയ് ഫ്രണ്ട് ആണോ ഒന്നും നമുക്ക് അറിയുന്നില്ല. സോ ലെറ്റസ് കോൾ ഹിം ബോയ് ഫ്രണ്ട്. ഓക്കെ, സോ ജിഗും അവരുടെ ബോയ് ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവരെന്തായിട്ടും ബിയർ ഓർഡർ ചെയ്യും. ആൻഡ് ദെൻ വി ആർ ഹിയറിങ് എ ടെൻസ് കൺവേഴ്സേഷൻ. ഓക്കെ, നമുക്ക് പിന്നെ ഫുള്ള് ഈ ഒരു സ്റ്റോറി ഫുള്ള് ഇവരുടെ ഇടയിലൊരു കൺവേഴ്സേഷനാണ്. ബട്ട് ഈ കൺവേഴ്സേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്ന വെച്ചാൽ ദേ ആർ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സെയിങ് ദർ ഇമോഷൻ. അവരുടെ ഇമോഷൻസ് അല്ലാതെ തുറന്നു പറയുന്നില്ല. ബട്ട് എന്താ പറയുക, ഹിഡൻ മീനിങ്, ഡബിൾ മീനിങ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ ഇതിലിങ്ങനെ ഒരു ഓപ്പറേഷനെ പറ്റി പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഓപ്പറേഷൻ പറയുന്നത് എന്താണ്, അബോർഷനാണ്. സോ നമുക്കിതിൽ കാണാം, ഇവർ ബാർസിലോണയിൽ നിന്ന് മാഡ്രിഡിലോട്ട് ട്രെയിൻ വഴി സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എബ്രോ വാലിയിൽ എത്തിയിട്ട് ട്രെയിൻ മാറിക്കയറുന്നുണ്ട്, അടുത്ത മാഡ്രിഡിലുള്ള ട്രെയിൻ മാറിക്കയറണം. സോ ആ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എന്തിനാണ് ഇവർ മാഡ്രിഡിലോട്ട് പോണത്, അബോർഷൻ ചെയ്യാനാണ്. ഷീ ഈസ് ക്യാരി ആൻഡ് അവർ അബോർഷൻ ചെയ്യാൻ വേണ്ടി പോകണം. ബട്ട് ഷീ ഈസ് വെരി അൺഷുവർ അബൌട്ട് ഇറ്റ്. അവളിങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കണം. ആൻഡ് ഈ ഒരു മാൻ അവളിങ്ങനെ കംഫേർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു സിംഗിൾ ഓപ്പറേഷനാണ്, സിമ്പിൾ ഓപ്പറേഷനാണ്, പെട്ടെന്ന് തീരും, നീ അറിയുക കൂടി ഇല്ല. ഇറ്റ് ഹാസ് നോ പെയിൻ, ഒരു പെയിനും ഇല്ല, സിമ്പിൾ ഓപ്പറേഷനാണ്. ഈ വാക്ക് രണ്ടും അവൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവൾക്ക് ഇതെന്താണ്, ഇതങ്ങനെ സിമ്പിൾ ഓപ്പറേഷനായിട്ട് തോന്നില്ല. അതേപോലെ തന്നെ ഇറ്റ് എന്നാണ് ഈ ബേബിന് ഇവർ മെൻഷൻ ചെയ്യുന്നത്. ആ മാന് അത് ഹീന്നോ അല്ലെങ്കിൽ ഇത് ബേബിന്നോ ഒന്നും പറയുന്നില്ല. ഇറ്റ് ആൻഡ് ഓപ്പറേഷൻ, ഈ രണ്ട് വാക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് മനസ്സിലാക്കാം, ഇയാൾക്ക് എന്താണ് ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ആ കുട്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. ഹി ഡസൻറ്റ് ഫീൽ എനി പെയിൻ ഇൻ അബോർട്ടിങ് ദാറ്റ് ചൈൽഡ് ഓൾസോ. പിന്നെ അത് ഇവൾക്ക് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. കാരണം ഇവളുടെ ഒരു സംസാരത്തിൽ കാണാൻ ഇവൾ പറയുന്നുണ്ട്, ദ ഹിൽസ് ലുക്ക് ലൈക്ക് വൈറ്റ് എലിഫൻറ്റ്സ്. ഹിൽസിനെ കണ്ടിട്ട് വൈറ്റ് എലിഫൻറ്റിനെ പോലെ. എന്താണ് വൈറ്റ് എലിഫൻറ്റ്? വൈറ്റ് എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് റെയർ ആയിട്ടുള്ള, നമുക്കധികം കുറച്ച് കാണപ്പെടാവുന്ന എലിഫൻസ് ആണ് വൈറ്റ് എലിഫൻസ്. ഇറ്റ് ഈസ് സംതിങ് റെയർ റൈറ്റ്. അതേപോലെ തന്നെ ഒരു ബേബി ഒരാളുടെ ലൈഫിലോട്ട് വരുന്ന എന്താണ്, ഇറ്റ് ഈസ് സംതിങ് റെയർ ആൻഡ് സ്പെഷ്യൽ. അത് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. ഹീ ഡസൻ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ബേബി. ആ മനുഷ്യന് മനസ്സിലാവുന്നില്ല. ആൻഡ് ഷീസ് ട്രൈങ്, അവളിങ്ങനെ എന്താണ്, അവൾക്കിത് അബോർഷൻ ചെയ്യണമെന്നുണ്ട് എന്നാൽ ചെയ്യണ്ടെന്നുണ്ട്. ഷീസ് ഹാവിങ് കൺഫ്യൂഷൻ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നമ്മളെ ഇടയിലുള്ള പ്രശ്നം അപ്പം അത് മാത്രമേ ഉള്ളൂ. സോ അവരുടെ ഇടയിൽ ഈ ഒരു ബേബി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മുതൽ അവർ തമ്മിലൊരു ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എപ്പോഴും ഫൈറ്റും ഇതൊക്കെ ആയിരിക്കാം. സോ ആ ബേബി മാത്രമാണ് നമ്മളുടെ ലൈഫിലുള്ള പ്രശ്നം. ആ ബേബി പോയി കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. സോ ആ ബേബിനെ നമുക്ക് എന്താട്ടാ ഒഴിവാക്കാം. ആൻഡ് ഇവിടെ ബേബി എന്ന് അദ്ദേഹം പറയുന്നേ ഇല്ല കേട്ടോ. അദ്ദേഹം ഫുൾ എന്താണ്, ഇറ്റ് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഓപ്പറേഷൻ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ആൻഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും, ഷീ സെയിങ് ദാറ്റ് അത് മാത്രമേ നമ്മളെ ലൈഫിൽ പ്രശ്നമുള്ളൂ, അത് കഴിഞ്ഞ് നീ എന്നെ പഴയ പോലെ സ്നേഹിക്കും അല്ലേ, ആ ബേബിനെ ഒഴിവാക്കണം നല്ലത്. ആൻഡ് ഇവളിതിൽ പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്
അവന് വേണ്ടിയിട്ട്, അവനിപ്പോൾ എന്താണ് ഈ ബേബി വന്ന മുതൽ അവനെന്താണ് അവളോട് പഴയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പം അവന് വേണ്ടിയിട്ട് അവൾ എന്തായിട്ടാണ് ബേബിനെ സാക്രിഫൈസ് ചെയ്യാണ്. ഷി വാണ്ട്സ് ടു ഹാവ് ദ ബേബി. അവൾക്ക് ശരിക്കും ആ ബേബിനെ വേണമെന്നായിരുന്നു. ബട്ട് ഇവന് എന്താണ് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൾ ഒഴിവാക്കുന്നതെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. ബട്ട് ഹീസ് നോട്ട് അറ്റ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് ഹർ. എന്നാലും ഹീസ് യൂസിങ് ഗ്യാസ് ലൈറ്റിങ്. എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മളൊരാളെ എന്താ പറയുക, നമുക്കൊരു കാര്യം വേണ്ട, പക്ഷെ അത് അവരുടെ ഒരു ഒപ്പീനിയൻ ആക്കി എടുക്കാൻ നോക്കുക. എനിക്ക് ഇതേക്കാരം നല്ലത്, എനിക്ക് ഇങ്ങനെ ചെയ്യണതായിക്കാരം നല്ലത്, പക്ഷെ എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഇതായിരിക്കും എനിക്ക് ബെറ്റർ. ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഗ്യാസ് ലൈറ്റിങ്. നമ്മളൊരാളെന്താട്ടുക, ഒരു തെറ്റായ കാര്യം പറഞ്ഞു ധരിപ്പിക്കുക അവരെ കാര്യം. സോ ഇതിലും അവരെന്താട്ടും, ഇത് നിന്റെ ചോയ്സാണ് കേട്ടോ, നീ എന്ത് തീരുമാനം എടുക്കണോ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. പക്ഷെ ഇത് സിമ്പിൾ ഓപ്പറേഷനാണ്, അത് വേഗം തീരും. അതേപോലെ തന്നെ നമ്മൾക്ക് പഴയ പോലെ ഉഷാറായിട്ട് ജീവിക്കുക. ബട്ട് നിന്റെ ചോയ്സ് കേട്ടോ, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. നീ ബേബിനെ വേണമെന്ന് പറയണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് കാണാം അദ്ദേഹത്തിന് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നതിൽ കാണാം നന്നായിട്ട്. സോ ഇങ്ങനെ ഇവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ട്രെയിൻ വരാൻ പോവാണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം എന്താട്ടും ഈ ലഗേജ് കൊടുത്തിട്ട് ട്രെയിനിൻ്റെ ഈ ഒരു ഇവരിയ്ക്കുന്ന കഫേയുടെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഫെർട്ടൈൽ ലാൻഡ്, ഫുള്ള് പാടങ്ങളും മലകളുമായിട്ട്. ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്താണ് ബാരൻ ലാൻഡാണ്. അവിടെ എന്താണ് ഫുള്ള് തരിശു ഭൂമിയാണ്. അപ്പുറത്തെ സൈഡിലോട്ട് ഈ ലഗേജ് അവനെടുത്ത് വെക്കുകയാണ്. ആൻഡ് ദാറ്റ് ഷോസ് വാട്ട് ഹീ ഹാസ് ഓൾറെഡി ഡിസൈഡഡ് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ദിസ് ബേബി. ആ ഒരു സൈഡ് എന്ന് പറയുന്നത് ബേബി ഇല്ലാത്ത ആ ലൈഫും, ഈ ഒരു സൈഡ് ബേബി ഉള്ള ലൈഫിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അങ്ങനെ അവനവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് സീൻ. പിന്നെ ആ കഥ അവസാനിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല ഇവൾ ഏതാണ് ചൂസ് ചെയ്യണം. അവള് എന്താണ് ആ തരിശുഭൂമിയിലോട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്, അതോ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ആ ബേബിനെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാണോ എന്ന് നമുക്കറിയുന്നില്ല. സോ ഇതിലൂടെ എന്താണ് കാണിക്കുന്നത്? വാട്ട് ഏർണസ്റ്റ് ഹെമിംഗ്വേ ഈസ് ട്രൈങ് ടു സേ ടു യു. എന്താണ്? മിസ്കമ്മ്യൂണിക്കേഷൻ. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മിസ്കമ്മ്യൂണിക്കേഷൻ. അവൾക്ക് വേണമെന്നുണ്ട്, ബട്ട് ഷീസ് നോട്ട് ഏബിൾ ടു സേ ഇറ്റ് പ്രോപ്പർലി. അതുപോലെ നമുക്കിതിലൊരു ഇത് കാണാം. ഈ വെയിട്രസ് വന്ന് എന്ത് ചോദിക്കുമ്പോഴും, വെയിട്രസ് എന്ത് ചോദിച്ചാലും ഇവള് നേരിട്ട് വെയിട്രസിനോട് മറുപടി പറയില്ല. ഷി വുഡ് ബി ടെല്ലിങ് ഇറ്റ് ടു ഹർ ബോയ് ഫ്രണ്ട് ആയിക്കാരം ഇവൾക്ക് വേണ്ടി സംസാരിക്കുക. അപ്പോൾ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ. അവൾക്ക് തീരെ എന്താണ് അവളുടെ ഫീലിങ്സ് ഇതൊന്നും ശരിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. ഇതിൽ പറയുന്നതാ ഈ രണ്ട് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടോ. ഡ്രൈ സൈഡ് ഓഫ് ദ വാലി ഒരു സൈഡിൽ, അപ്പുറത്ത് എന്താണ് ലഷ് ഗ്രീൻ സൈഡ്, ഫെർട്ടൈൽ ലാൻഡ്. നമുക്ക് ഇതിലെ തീംസ് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിസ്കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കാണാമല്ലേ, ദ കപ്പിൾസ് ഡയലോഗ് ഇസ് ഫുൾ ഓഫ് ഇവേഷൻസ്, റിപ്പിറ്റീഷൻസ് ആൻഡ് ഇൻഡയറക്റ്റ് ലാംഗ്വേജ്. ഇവേഷൻസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പെട്ടെന്ന് എന്താട്ടുക, അത് സംസാരിക്കാതെ വേഗം വിടാൻ നോക്കുക. ഇപ്പൊ ഈ ഒരു ബേബിനെ പറ്റി സംസാരിക്കാതെക്കാൻ ആ മാൻ കൂടുതൽ നോക്കുന്നുണ്ട്. എപ്പോൾ ഇവൾ ആ ടോപ്പിക് എടുക്കുമ്പോഴും മാൻ അത് മാറ്റാൻ നോക്കുന്നുണ്ട്. റിപ്പിറ്റേഷൻ, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓപ്പറേഷൻ. ഇതിങ്ങനെ ഇദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ആൻഡ് ഇൻഡയറക്റ്റ് ലാംഗ്വേജ്. ഇപ്പോൾ ആ വൈറ്റ് എലിഫൻസിനെ പറ്റി ആ ഒരു ജിഗ് ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ദ മൗണ്ടെയ്ൻസ് ലുക്ക് ലൈക്ക് വൈറ്റ് എലിഫന്റ് എന്ന് പറയും. എന്താണ് വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ? വൈറ്റ് എലിഫന്റ് ഈസ് സംതിങ് റെയർ അല്ലേ. നമ്മൾ കൂടുതലും ബ്ലാക്ക് എലിഫൻസിനെ കാണുന്നത്. സോ അതേപോലെ തന്നെ ഹാവിങ് എ ബേബി അല്ലെങ്കിൽ വെൻ എ ബേബി ഈസ് ബോൺ, ഇറ്റ് ഈസ് സംതിങ് റെയർ, സംതിങ് സ്പെഷ്യൽ. പക്ഷെ അതെന്താണ് ഇയാൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇദ്ദേഹം പറയും, ഞാൻ വൈറ്റ് എലിഫന്റിനെ കാണാത്തതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നില്ല അറിയും. അപ്പോൾ കാണാത്തത് കൊണ്ട് ഒരു കാര്യം ബ്യൂട്ടിഫുൾ ആവില്ല എന്ന് ഈ ഒരു ജിഗും പറയുന്നുണ്ട്. സോ ഇതിലൊക്കെ ആ വൈറ്റ് എലിഫന്റ് ശരിക്കും എന്താണ് ജിഗ് സംസാരിക്കുന്നത് ബേബിനെ പറ്റിയാണ്. ബട്ട് അവരെന്താണ് ആ പ്രകൃതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അവർ സംസാരിക്കുന്നത് എ ലൈഫ് വിത്ത് ദ ബേബി. അതാണ്. The man tries to sound reasonable, but he pressures Jig subtly. ഇതും നമുക്കിതിൽ കാണാൻ കഴിയും. അവനെന്താട്ടും എല്ലാ കാര്യങ്ങളും നിന്റെ ചോയ്സ് ആണ്, നിന്റെ ഇഷ്ടമാണ്, ബട്ട് if after the operation we can live happily, we will love each other again nicely.
ആൻഡ് ഇറ്റ് ഈസ് യുവർ ചോയ്സ്, നിന്റെ ചോയ്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓപ്പറേഷൻ ആണ്. യു വോണ്ട് നോ ദ പെയിൻ. ഇത് വീണ്ടും പറയും. സോ അവന് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് ജിഗിന്. ബട്ട് എന്താട്ടും ഇല്ല, ഞാൻ നിനക്കൊരു പ്രഷറും നൽകുന്നില്ല, നിന്റെ ചോയ്സ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സോ ഇതെന്താണ് ജിഗിന് കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും ഇമോഷണൽ എക്സോഷനും ഉണ്ടാക്കുകയാണ്. അവൾക്ക് ആ കൺഫ്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഈ ബേബി വേണം. ബട്ട് വെദർ ഹി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല അവന്റെ സംസാരം കാരണം. ആൻഡ് ദെൻ ഇതിൽ നമുക്കാണ് ചോയ്സ് ആൻഡ് കൺട്രോൾ. ഇപ്പോൾ ജിഗിന് എന്താണ് അവളുടെ ആ ബേബി എന്ന് പറയുന്നത് അവൾക്ക് വേണമെന്നാണ്, ബേബിനെ വേണം, ലൈഫ് വിത്ത് ദ ബേബിയാണ് അവൾ ആഗ്രഹിക്കുന്നത്. ബട്ട് ദ മാൻ വാണ്ട് ടു ഹാവ് അബോർഷൻ, അവൾ അബോർഷൻ ചെയ്യണമെന്നാണ്. സോ ദേ ക്യാൻ ലീവ് ലൈഫ്, ദേ ക്യാൻ എൻജോയ് ദ ലൈഫ്. അവരത് പറയണം, നമുക്ക് ഈ ബേബി മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോഴുള്ള പ്രശ്നം, ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കെയർഫ്രീ ആയിട്ട് ജീവിക്കാം. സോ ജിഗിർ എന്താണ് ഈ ഒരു സ്നേഹം, ഇയാളുടെ സ്നേഹമാണെന്ന് താനും, അതുകൊണ്ട് തന്നെ എന്താട്ടും അവളുടെ ബോഡിയുടെ കൺട്രോൾ ആർക്ക് കൊടുക്കുകയാണ്, ഈ മാന് കൊടുക്കുകയാണ്. ദെൻ ഇതിലെ സിംബോളിസം ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വൈറ്റ് എലിഫന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചോദിക്കും. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് സംതിങ് അൺവാണ്ടഡ് ഓർ ബേർഡൻസം. നമ്മൾ ഈ ഷേപ്പ് ഓഫ് ദ ഹിൽസ് അറിയുന്നത് ബെല്ലിനെ പോലെയാണ്, നമ്മളെ വയറിനെ പോലെയാണെന്നാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. സോ സംതിങ് അൺവാണ്ടഡ് ആണ്, ബേർഡൻസം ആണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ സംതിങ് റെയർ. ദെൻ ടു സൈഡ്സ് ഓഫ് ദ വാലി. ഞാൻ പറഞ്ഞു, ഒരു സൈഡ് എന്താണ് ഡ്രൈ സൈഡാണ്, ബാരൻനെസ് അല്ലെങ്കിൽ അബോർഷനെ കാണിക്കുന്നു. മറ്റേതോ ഗ്രീൻ ആൻഡ് ഫെർട്ടൈൽ സൈഡ്, അവിടെ പാടങ്ങളുണ്ട്, മലകളുണ്ട്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ് മദർഹുഡ് ഓർ ലൈഫ്. ദെൻ ട്രെയിൻ ട്രാക്ക് എന്താണ്? നമ്മൾ ട്രെയിൻ ട്രാക്ക് ഒരു പാത്താണ് അല്ലേ, ഒരു പാത്താണ്. ആൻഡ് ദർ ഈസ് ടു റോഡ്സ്, ടു ട്രെയിൻ ട്രാക്ക് ഉണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇവർ മാറി നിൽക്കുന്നത് കാണാം അല്ലേ, അപ്പുറത്തെ സൈഡിലോട്ട് ലഗേജ് ഒക്കെ പിടിച്ച് ഇവ മാറുന്നുണ്ട് ജിഗിനോട് വരാൻ പറഞ്ഞിട്ട്. പക്ഷെ ജിഗ് അപ്പുറത്തെ സൈഡിലേക്ക് പോയോ ഇല്ലേ നമുക്ക് അറിയുന്നില്ല. സോ ഇറ്റ് ഈസ് അബൌട്ട് ചോയ്സ് ആൻഡ് ഡയറക്ഷൻ. ട്രെയിൻ ട്രാക്ക് റെപ്രസെന്റ് പോസിബിൾ പാത്സ് ഇൻ ദിയർ ലൈഫ് അല്ലേ. ആൻഡ് ദെൻ സ്റ്റൈൽ ആൻഡ് ടെക്നിക്. ഇതിലുള്ള സ്റ്റൈൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഹെമിംഗ്വേ ഇതിൽ സംസാരിക്കുന്ന ഫുള്ള് ദേ ആർ സീയിങ് അബൌട്ട് സംതിങ്. ഇപ്പൊ അവരെന്താണ് മലകളെ പറ്റി സംസാരിക്കുന്നു, വൈറ്റ് എലിഫന്റിനെ പറ്റി സംസാരിക്കുന്നു. ബട്ട് ആക്ച്വലി അതിലൊക്കെ ഹിഡൻ മീനിങ് എന്താണ്? ദേ ആർ മെൻഷനിങ് അബൌട്ട് ദി അബോർഷൻ, ഹൗ the man want it and how the lady doesn't want it. അതേപോലെ തന്നെ ബേബിനെ പറ്റി അവർ പറയുന്നുണ്ട്, ബേബി വന്നു കഴിഞ്ഞാൽ ലൈഫ് പ്രശ്നമാണ്, പക്ഷേ ബേബി ഇല്ലെങ്കിൽ ലൈഫ് സുഖമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു നേച്ചറിനെ പറ്റി സംസാരിച്ചിട്ടാണ്. സോ ദിസ് ഈസ് കോൾഡ് ദ തിയറി ഓഫ് ഒമിഷൻ. ഹെമിംഗ്വേ അദ്ദേഹത്തിന്റെ പല നോവലുകളും ഷോർട്ട് സ്റ്റോറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഐസ്ബർഗ് തിയറി എന്നാണ് വിളിക്കുക. ഐസ്ബർഗ് എന്നാണ് ഐസ്ബർഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നില്ലേ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ഐസ്ബർഗ്. വി ക്യാൻ സീ ദാറ്റ് ഐസ്ബർഗിന്റെ എബവ് ദി ഓഷ്യനിൽ നമ്മൾ കാണുന്ന അതിന്റെ സർഫസ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ചും ഓഷ്യന്റെ അടിയിലേക്കാരും ഏറ്റവും കൂടുതൽ എന്താണ് അതിന്റെ ഭാഗങ്ങളുള്ളത് അല്ലേ. സോ അതിന്റെ കുറച്ചു ഭാഗം മാത്രമേ നമ്മൾ മുകളിൽ കാണുള്ളൂ, ബാക്കി ഫുൾ എന്താണ് ബിനീത്ത് ദ സർഫസ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഈ സ്റ്റോറിയിൽ ജസ്റ്റ് അവരെന്താട്ടും ബിയർ കുടിക്കുന്നു, വൈറ്റ് എലിഫന്റിനെയും മലകളെയും പറ്റി സംസാരിക്കുന്നു, ട്രെയിന് അപ്പുറത്തെ ട്രാക്കിലോട്ട് മാറിക്കുന്നു. പക്ഷേ ഇതിൽ എത്രങ്ങാനും മീനിങ്സ് ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റോറി ഫുള്ള്, അവർക്ക് ദ ഡെസിഷൻ ദേ ആർ ഗോയിങ് ടു മേക്ക് അബൌട്ട് ദ ബേബി, അങ്ങനെ പല കാര്യങ്ങളും ഇതിലെന്താണ് ഉണ്ട്. ബട്ട് അതൊക്കെ എന്താണ് ഇറ്റ് ലൈസ് hidden, right? Just like an iceberg. And the characters, when we look at the character, what is the character sketch of Jig എന്ന് ചോദിക്കാം. ജിഗ് എന്താണ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഒബ്സർവൻ്റ് ആണല്ലോ, എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലകളെ പറ്റിയും എന്താ പറയുക ബാരൻ ലാൻഡിനെ പറ്റിയൊക്കെ അവളാണ് അത് ശ്രദ്ധിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ഓൾസോ ഇമോഷണലി അവെയർ. ഷി ലോങ്സ് ഫോർ ഡീപ്പർ കണക്ഷൻ വിത്ത് ഹർ പാർട്ട്ണർ. നമുക്കത് കാണാം, ഇയാളായിട്ട് ഒന്നുകൂടി എന്താണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുകൂടി കൂടുതൽ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഷി സീംസ് ടോൺ ബിറ്റ്വീൻ പ്ലീസിങ് ഹർ പാർട്ട്ണർ ആൻഡ് ഫോളോയിങ് ഹർ ഓൺ ഇൻസ്റ്റിൻക്ട്. നമുക്ക് കാണാം ഇവൾക്ക് ഇതിൽ ബേബിനെ വേണമെന്നാണ്, ബട്ട് ഷി ഓൾസോ വാണ്ട് ടു പ്ലീസ് ഹർ പാർട്ട്ണറിന് വിഷമം വരാനും പാടില്ല. ദെൻ അമേരിക്കന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലോ, അദ്ദേഹം ഭയങ്കര പ്രാക്ടിക്കലാണ്. അദ്ദേഹം ബേബിനെ വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വാണ്ട് ടു ലീവ് എ കെയർ ഫ്രീ ലൈഫ്. ബേബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രശ്നങ്ങളാവും, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളാണ്, പെർസ്വേസീവ് ആണ്.
അദ്ദേഹം ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് അല്ലെ ജിഗിനെ. ആൻഡ് ഹി ഈസ് ഓൾസോ സെൽഫിഷ്. ജിഗിന്റെ ഫീലിങ്സ് ഒന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രം അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. ഹി വാണ്ട്സ് കൺവീനിയൻസ് ഓവർ കമ്മിറ്റ്മെന്റ്. അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് അല്ല ഇമ്പോർട്ടന്റ്, അവളുമായിട്ട് അവൾക്ക് നല്ലൊരു സന്തോഷം കൊടുക്കണം എന്നല്ല അവന്റെ ആഗ്രഹം. എന്താണ്? കൺവീനിയൻസ് ആണ്, എന്താണ്? ബുദ്ധിമുട്ടാണ്. ഹി റെപ്രസെന്റ് മോഡേൺ ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഇമോഷണൽ ഷോളർനെസ്. ഇപ്പോഴത്തെ കാലഘട്ടം എന്താണ്? കമ്മിറ്റ്മെന്റ് കുറവാണ്. ആളുകൾ അവരുടെ പേഴ്സണൽ എന്താ പറയുക ഡിസയർ മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ അതൊക്കെ നമുക്ക് ഇതിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.